പ്രണയം. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. ആദ്യം ഹൗസ് ബേസ് ചെയ്ത് പൂക്കള മത്സരം സംഘടിപ്പിക്കാമെന്നാണ് കരുതിയിരുന്നതെങ്കിലും പിന്നീട് ക്ലാസ് വൈസ് മതിയെന്ന് തീരുമാനിച്ചു. ആൺകുട്ടികൾ പൂക്കൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പൂക്കളത്തിന്റെ ഡിസൈനൊക്കെ നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായി വരയ്ക്കുന്ന അർജുനും ആദിലും അവിനാശും ഒക്കെ ചേർന്നാണ് ഫ്ലോറിലേക്ക് ഡിസൈൻ വരയ്ക്കുന്നത്. ചില കുട്ടികൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആദു, അക്കു, ഗാഥയും ഒക്കെ പൂക്കളെടുത്ത് വെക്കുകയാണ്. അവർക്കൊപ്പം വേറെ കുറച്ച് കുട്ടികളും ഉണ്ട്. വാടാമല്ലിയും 3 കളർ ബന്ദിയും ജമന്തിയും റോസും മുല്ലയും ഒക്കെയുണ്ട് ഇതളുകൾ ഇറക്കുവാൻ. ധ്രുവി ക്ലാസ്സിലേക്ക് വന്ന് പൂക്കള മത്സരത്തിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനൊപ്പം ഭരിക്കുന്നവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. മൊത്തത്തില് കോളേജ് മുഴുവനും ഒരു ഓണം വൈബാണ്. സമയപരിധിക്കുള്ളിൽ പൂക്കളം പൂർത്തിയാക്കണം. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും ഓരോ തിരക്കുകളിലാണ്. പൂക്കള മത്സരത്തിന് ശേഷമാണ് ഓണാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടക്കുന്നത്. യുവ എഴുത്തുകാരി ഗൗരി ശങ്കറാണ് ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റായി എത്തുന്നത്. ആദു ധ്രുവിയുടെ ഓപ്പോസിറ്റ് ആയിട്ടിരുന്നാണ് പൂവിതൽ ഇറക്കുന്നത്. അവൾ അറിയാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണുകൾ അവനെ തേടി ചെന്നു. ധ്രുവി അതൊന്നും അറിയാതെ ഓരോ തിരക്കിലും. എന്നാലും ഗസ്റ്റായിട്ട് വല്ല സിനിമാ നടനെയോ നടിയെയോ ഗായകരെയോ ഒക്കെ കൊണ്ടുവരാനുള്ളതിന് ഏതോ ഒരു എഴുത്തുകാരി നോട്ടീസിൽ പേര് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അതോ ഇങ്ങനൊരു എഴുത്തുകാരി ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഇത് ആദ്യമായിട്ടാ. ജമന്തിപ്പൂവിന്റെ ഇതളെറുത്തുകൊണ്ട് തന്മി നിരാശയോടെ പറഞ്ഞു. മികച്ച യുവ സാഹിത്യകാരിക്കുള്ള അവാർഡ് അവർക്ക് ഈയിടെയല്ലേ കിട്ടിയത്. അതിന്റെ അനുമോദനം ഇതിന്റെ കൂടെ നടത്തുന്നേ ഉള്ളടി. ആദു അവരോടായി പറഞ്ഞു. എങ്കിലാ യുവ എഴുത്തുകാരി അവിടെ ഇരുന്നോട്ടെ. തൊട്ടപ്പുറത്തൊരു ചെയറിട്ട് ആ സൂപ്പർ സ്റ്റാർ വരുൺ അവനെ കൂടി ഇരുത്തിയാൽ എന്തായിരുന്നു? നമുക്കൊരു ദർശന സുഖമെങ്കിലും കിട്ടിപ്പോയനെ. അക്കൂനത് വിടാൻ പാവുമില്ല. നമ്മുടെ അർക്കീസ് മാനേജ്മെന്റ് ലക്ഷ്യങ്ങൾ മുടക്കി വരുൺ മാധവനെ കൊണ്ടുവരുന്നു. ഒന്ന് പോയേ നീ. ഇതിപ്പോ വലിയ ചിലവില്ലാത്തോണ്ടല്ലേ ഈ എഴുത്തുകാരി എങ്ങോട്ടാക്കിയത്? ഗാഥ പറയുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് മറ്റുള്ളവരും ചിന്തിച്ചു. സ്വന്തം ക്ലാസ്സിൽ പൂക്കള നിർമ്മാണത്തിന്റെ തിരക്കുകളിലാണ് സന്ദീപ്. അപ്പോഴാണ് ഫൈനൽ ഇയറിലെ 2-3 ആൺകുട്ടികൾ അവൻ അരികിലേക്ക് ഓടിയെത്തുന്നത്. സന്ദീപ് സാറേ, ഒരു മിനിറ്റ്. സന്ദീപിന്റെ ക്ലാസിന്റെ വാതിലിൽ നിന്ന് വല്ലാത്തൊരു വെപ്രാളത്തോടെ പറയുന്ന കുട്ടികൾക്കരികിലേക്ക് വേഗത്തിൽ നടന്ന സന്ദീപ്. എന്താ ജെറി, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അവരുടെ മുഖഭാവം കണ്ട് സന്ദീപ് ആശങ്കയോടെ ചോദിച്ചു. സാറേ, ആരവ് അവനിന്ന് എത്തിയിട്ടില്ല. വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചു. അപ്പോഴാ അറിയുന്നേ ആരോ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന്. ജെറി കുറച്ച് ടെൻഷനോടെ സന്ദീപിനോട് പറയുമ്പോൾ സന്ദീപ് അതിലേറെ ടെൻഷനിലായി. ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റായി എത്തുന്നത് ആദ്യത്തെ രചന കൊണ്ട് തന്നെ സാഹിത്യപ്രേമികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഗൗരി ശങ്കർ മാഡമാണ്. അവരെഴുതിയ എല്ലാ രചനകളും പ്രത്യേകം പരാമർശം നേടി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ വർഷത്തെ യുവ സാഹിത്യകാരിക്കുള്ള അവാർഡ് ലഭിച്ചത് മാഡത്തിനാണ്. അവരുടെ എഴുത്തുകളെ ആസ്പദമാക്കി ഒരു സ്പീച്ച്, അത് ആരവേറ്റിരുന്നതാണ്. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഭാഗമായി അത് ഉൾക്കൊള്ളിച്ചതുമാണ്. ഇനിയിപ്പോൾ ആരവിന് പകരം ആരെ ഏൽപ്പിക്കുമോ ദൗത്യം? സന്ദീപ് ആകെ ആശയക്കുഴപ്പത്തിലായി. നിങ്ങളൊരു കാര്യം ചെയ്യും, ഭാഷാ വിഭാഗത്തിലൊന്ന് അന്വേഷിക്കുക, ആരെങ്കിലും തയ്യാറാണോ എന്ന് സന്ദീപ് അവരോട് പറഞ്ഞു. ഈ എഴുത്തുകാരിയെ ആർക്കും അത്ര പരിചയമില്ല. അവരുടെ എഴുത്തുകളൊന്നും ആരും വായിച്ചിട്ടുമില്ല. ആ പിള്ളേരൊക്കെ അതും പറഞ്ഞ് നേരത്തെ ഒഴിഞ്ഞതാ സാറേ. അതും കൂടി കേട്ടപ്പോൾ സന്ദീപ് ആകെ ടെൻഷനായി. ഇനിയിപ്പോൾ അവസാന നിമിഷം ആരെ കണ്ടുപിടിക്കും? ഡാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്തൂടെ? സന്ദീപ് 2 പേരോടുമായി ചോദിച്ചു. ഒന്ന് പോയേ സാറേ. ഞങ്ങൾക്കതിനൊക്കെ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കോളേജ് തിരിച്ചു വെച്ചേനെ. പഠിക്കാനുള്ള പുസ്തകം പോലും വായിക്കാത്ത ഞങ്ങളാ. അവന്മാർ 2 കൈയൊഴിഞ്ഞു. സന്ദീപ് ഒരു ടെൻഷനോടെ നെറ്റി ഒഴിഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് അപ്സര വന്നത്. സർ, ഇന്ന് ആരവ് ചേട്ടനേറ്റ പ്രസംഗം
ആത്മിക ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോ ചേട്ടൻ എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ശ്രേയ പറഞ്ഞു പഠിപ്പിച്ചത് അപ്സര പറഞ്ഞതും സന്ദീപ് അവളെ ഒരു സംശയത്തോടെ നോക്കി. അന്ന് ഫ്രഷേഴ്സ് ഡേക്കിടെ തല കറങ്ങി വീണ ആ കുട്ടിയോ? അവൾക്ക് അതിന് മാത്രം ധൈര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സന്ദീപ് പറയുകയാണ്. അന്നങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് നാണം കെട്ടതുകൊണ്ടേ ഇന്നവൾക്ക് എല്ലാവരുടെയും മുമ്പിൽ പോയ ഇമേജ് തിരിച്ചു പിടിക്കണമെന്ന്. സാറ് പറയും പോലെ അല്ല. ആത്മിക നല്ല ബ്രില്യൻ്റ് ആണ്. കഴിഞ്ഞ സെം എക്സാമിൽ ടോപ്പ് സ്കോർ വാങ്ങിയത് അവളാ. പ്ലസ് ടുവിനൊക്കെ ഫുൾ മാർക്കാ വാങ്ങിയത്. അവളെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ സാറേ. അപ്സര കൗശലത്തോടെ പറഞ്ഞു. അപ്പോ ആത്മിക പ്രിപ്പയർഡ് ആണെന്നാണോ അപ്സര പറയുന്നത്? ഏ സാർ, ഇന്നലെ ആരവ് ചേട്ടൻ അവൾക്കതിന്റെ മാറ്റർ വാട്സപ്പിൽ ചെയ്തു കൊടുത്തിരുന്നു. വെൽ പ്രിപ്പയർഡ് ആണെന്നാ പറഞ്ഞത്. അപ്സര ഉറപ്പിച്ചു പറയുകയാണ്. ഓക്കെ അപ്സര, ഇപ്പൊ ക്ലാസ്സിലേക്ക് വയ്ക്കൂ. സന്ദീപ് പറഞ്ഞത് അപ്സര ഒരു വിജയ ചിരിയോടെ ക്ലാസ്സിലേക്ക് നടന്നു. സർ, അപ്പൊ ആ കുട്ടി ചെയ്തോളും, എല്ലാം സെറ്റല്ലേ? ജെറി ചോദിച്ചതും സന്ദീപ് മറുപടിയായി ഒന്നും മൂളി. ജെറിയും കൂട്ടുകാരും അവരുടെ ക്ലാസ്സിലേക്കും പോയി. സന്ദീപ് സാറേ ഇത് നോക്കിക്കേ. അപ്പോഴേക്കും സന്ദീപിന്റെ ക്ലാസ്സിലെ കുട്ടികൾ വന്ന് അവനെ വിളിച്ചതും അവൻ അവിടേക്ക് നടന്നു. അപ്പു, എന്തായി കാര്യങ്ങൾ? സന്ദീപ് സാർ എല്ലാം വിശ്വസിച്ചല്ലേ? സന്ദീപിന്റെ അടുത്തു നിന്നും വന്ന അപ്സരയെ വളഞ്ഞുകൊണ്ട് ത്രേയും കൂട്ടുകാരും ചോദിച്ചു. ഈ അപ്സര എന്തെങ്കിലും ഏറ്റാൽ അത് നടത്തിയിട്ടേ അടങ്ങൂ. അപ്പൊ ഇന്ന് കോളേജിലെ സകല കുട്ടികളുടെയും അധ്യാപകരുടെയും എന്തിന് ബഹുമാന്യായ നമ്മുടെ ചീഫ് ഗസ്റ്റിന്റെ മുന്നിൽ വരെ ആത്മീക നാണം കെട്ടി ചൂളി നിൽക്കുന്ന സീൻ കാണാൻ എല്ലാരും റെഡിയായിരുന്നു മോളെ. ത്രേയോട് അവൾ ഒന്നുകൂടെ നാക്കിയാണ് പറയുന്നത്. അപ്സര അത്രയ്ക്ക് ഉറപ്പോടെ പറഞ്ഞതു ത്രേയുടെ മുഖം തെളിഞ്ഞു. ആ രംഗം മനസ്സിൽ സങ്കല്പിച്ച് ആത്മനിർവൃതി അണഞ്ഞു ത്രേയ. എടി ആത്മികേ, അന്ന് ഞാൻ നാണം കെട്ടതിന്റെ ഇരട്ടി ആളുകൾക്ക് മുന്നിൽ വെച്ച് നീ ഇന്ന് നാണം കെടും. ഈ ഒരു സംഭവത്തോടു കൂടി നീ ചിലപ്പോൾ കോളേജ് തന്നെ വിടും. ത്രേയ പകയോടെ മുരണ്ടു. പൂക്കളമിടലൊക്കെ കഴിഞ്ഞു. ജഡ്ജസ് എല്ലാ ക്ലാസിന്റെയും കളങ്ങളൊക്കെ വിലയിരുത്തി മാർക്കിട്ടിട്ട് പോയി. ഇനി സമ്മാനം അനൗൺസ് ചെയ്യുന്നത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രോഗ്രാമിന്റെ ഇടയിലായിരിക്കും. ഇനിയിപ്പോ ഒരു അരമണിക്കൂറിനകം ഉദ്ഘാടന ചടങ്ങ്. കുട്ടികളെല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് നടന്നതും ധ്രുവി കാറ്റിന്റെ വേഗതയിൽ ആത്മീയയുടെ അടുത്തേക്ക് എത്തി. ആത്മീയ, ഒരു 5 മിനിറ്റ്. തന്നോടായി പറയുന്നവനെ ആദ്യം അത്ഭുതത്തോടെ നോക്കി. ഈശ്വര, ഇനി എനിക്കുള്ള അടുത്ത പണി തരാനാണോ? അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ധ്രുവിയെ നോക്കി. അതുമാത്രമല്ല, കൂടെയുള്ള രണ്ടും ധ്രുവിയെ കണ്ണുമിഴിച്ച് നോക്കി നിന്നു. ഇന്ന് ഗൗരി മാഡത്തിന്റെ രചനകളെക്കുറിച്ച് സ്പീച്ച് നടത്താമെന്ന് താൻ ആരവിനോട് സമ്മതിച്ചിരുന്നോ? ധ്രുവി ചോദിക്കുന്ന കേട്ട് അതും ഞെട്ടി. ഞാനോ? ഏ, എപ്പോ? അവൾ പകപ്പോടെ ചോദിച്ചു. സന്ദീപ് പറഞ്ഞറിഞ്ഞ വിവരങ്ങൾ ആദുവിനോട് പറഞ്ഞു ധ്രുവി. സാർ, എനിക്കതിനാ ചേട്ടനെ അറിയുക കൂടിയില്ല. പിന്നെങ്ങനെ ഞാന്? സത്യായും ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ആദു കണ്ണു നിറച്ചു പറയുമ്പോ അക്കുവും ഗാഥയും അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ നിന്നുപോയി. ആദുവിന് ആരോ പണി കൊടുത്തതാണെന്ന് ധ്രുവിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോ അതിന്റെ പിറകെ പോകാൻ സമയമില്ല. അതിലും വലിയ ഉത്തരവാദിത്വത്തിന്റെ പിന്നാലെയാണ് ധ്രുവി ഇപ്പോ. താന് അത് ചെയ്യുമെന്ന സമാധാനത്തിലാണ് സന്ദീപ് ഉള്ളത്. ഈ അവസാന നിമിഷത്തിൽ ഇനി മറ്റൊരാളെ എങ്ങനെ കണ്ടെത്തും? മികച്ച യുവ സാഹിത്യകാരിക്കുള്ള അവാർഡ് കിട്ടിയ ഗൗരി മാഡത്തിനെ അനുമോദിക്കുന്നുണ്ട്. താനും അതറിഞ്ഞു കാണുമല്ലോ അല്ലേ? അതിന്റെ ഭാഗമായിട്ടാണ് മാഡത്തിന്റെ രചനകൾ, എഴുത്തിന്റെ ശൈലി, ഭാഷ, അവരുടെ എഴുത്തുകൾ കുട്ടികളിൽ ചെലുത്തുന്ന സ്വാധീനം, ഇവയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികൾക്കിടയിൽ നിന്നും ആരെങ്കിലും ഒരു അനുമോദന പ്രസംഗം നടത്തണമെന്ന് പ്രിൻസി പറഞ്ഞത്. ഇനി അങ്ങനെയൊന്നും നടക്കാതെ വന്നാൽ അത് ഞങ്ങളുടെ പ്രൊഫഷനിൽ ഒരു റെഡ് മാർക്കായി മാറും. ധ്രുവ വിഷയത്തിന്റെ ഗൗരവം അവരോട് പറഞ്ഞു. ഇതാര് ചെയ്താലും എന്നെ മറ്റുള്ളവർക്ക് മുമ്പിൽ നാണം കെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ചെയ്തതാണ് സർ. ആദു ഉറപ്പോടെ പറഞ്ഞു. ഇതിന്റെയൊക്കെ പിന്നെ ഇത്രയും കൂട്ടുകാരുമാണെന്ന് അവൾക്ക് ഉറപ്പാണ്. അത് പറഞ്ഞത് ശരിയാണെന്ന് ധ്രുവിക്കും തോന്നിയിരുന്നു. ശരി, എങ്കിൽ നിങ്ങൾ പൊയ്ക്കോ.
ഞാൻ സന്ദീപിനെ കണ്ട് ഇതൊന്ന് പറയട്ടെ. ഇനിയിപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാം. പറഞ്ഞുകൊണ്ട് ധ്രുവി പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ധ്രുവിക്സ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയവനെ ആദോ വിളിച്ചു. ഞാന് ഈ പ്രസംഗം ചെയ്യാൻ തയ്യാറാണ് സർ. അങ്ങനെ പറയുമ്പോൾ അവളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭാവം, കണ്ണുകളിൽ വല്ലാത്ത തീഷ്ണത, വാക്കുകൾക്ക് മുൻപ് വാക്കുകൾക്ക് പോലും പതിവില്ലാത്ത മൂർച്ച. ഞങ്ങളുടെ മുന്നിലുള്ളത് അവരുടെ ആദു തന്നെയാണോന്ന് അക്കൂനും ഗാഥയ്ക്കും പോലും തോന്നിപ്പോയി. ആരുഷ് നല്ലതുപോലെ ആലോചിച്ചിട്ടാണോ ഇങ്ങനൊരു തീരുമാനം? ഒരു ഉറപ്പിനു വേണ്ടി എന്നതുപോലെ ധ്രുവി പിന്നെയും ചോദിച്ചു. യെസ് സർ, ഞാൻ നല്ലപോലെ ആലോചിച്ചിട്ടാണ്. ആദു അത്രമേൽ ഉറപ്പോടെ പറയുമ്പോൾ ധ്രുവിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ ഉറപ്പാർന്ന ശബ്ദം അവനിലും ആത്മവിശ്വാസം നിറച്ചതുപോലെ. താനിപ്പോൾ എൻ്റെ കൂടെ വാ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. തനിക്കത് ഹെൽപ്ഫുൾ ആകും. ധ്രുവി പറഞ്ഞതും ആദു അക്കൂനെയും ഗാഥയും ഒന്ന് നോക്കി. നിമി നേരം കൊണ്ട് ഇരുവരും അവളെ ഗാഠമായി പുണർന്നു. ഒരിക്കലും തോൽക്കരുത് നീ. നിന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്ക് മുമ്പിൽ വിജയിച്ച് നീ വരണം. അതാവണം നീ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ. ഞങ്ങൾ എപ്പോഴും പറയും പോലെ എന്നും ഞങ്ങൾ രണ്ടാളും നിന്റെ കൂടി ഉണ്ടാകും. നീ പതറരുത്, പോയി വിജയിച്ചു വാ. അക്കു ആദുവിനോട് പറഞ്ഞത് അവളുടെ വാക്കുകൾ ഊർജിതമായി തീർന്നിരുന്നു. അവരുടെ സ്നേഹത്തെ, സൗഹൃദത്തെ, ആത്മാർത്ഥതയെ അത്ഭുതത്തോടെയും അസൂയയോടെയും ധ്രുവി നോക്കി നിന്നു. ഇത്രയും സ്നേഹമുള്ള ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ തനിക്ക് പോലും ഇല്ലല്ലോ എന്ന് ധ്രുവി ചിന്തിച്ചു. ധ്രുവിക്കൊപ്പം നടന്നു പോകുന്ന ആദുവിനെ നോക്കി ഇരുവരും നിന്നു. അവളെ ഓർക്ക് നിനക്ക് പേടി തോന്നില്ല അക്കു? ഇന്നവൾ അവർക്ക് മുമ്പിൽ തോറ്റുപോയാലേ? ഗാഥ കണ്ണു നിറച്ചു. അവൾ തോൽക്കില്ല, ആത്മവിശ്വാസത്തോടെ പറയുന്നവളെ അറിയാതെ നോക്കി നിന്നുപോയി ഗാഥ. തുടരും.